പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെന്താ ബേസിസ് ഓഫ് ഫങ്ഷൻ ആണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്നെടുക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് 3 കാര്യങ്ങളിലാണ് പറയുന്നത്. ഒന്ന്, നമ്മൾക്ക് പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇങ്ങനെ 3 തരത്തിലുള്ള ബാങ്കുകളാണ് പറയുന്നത്. ഈ പബ്ലിക് സെക്ടർ ബാങ്ക് ആകുമ്പോൾ ഇതിൻ്റെ ഷെയർ ഫുള്ള് 51 ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ് ആയിരിക്കും, ഗവൺമെൻറ് ആയിരിക്കാം. പ്രൈവറ്റ് ആകുമ്പോൾ പ്യുവർലി പ്രൈവറ്റ് ഓണർഷിപ്പിലായിരിക്കും. ദെൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. നമ്മൾക്കറിയാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം മിനിമം 25 പേര് വേണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ. അത് അതിൻ്റെ ഒരു രീതിയിലായിരിക്കും ഫോം ചെയ്യുക. അങ്ങനെ 3 കാര്യങ്ങളാണുള്ളത്. പക്ഷേ ഈ 3 ബാങ്കുകളും നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലുമാണ് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൻ്റെ അപ്പുറത്തേക്ക് ഈ 3 ബാങ്കുകൾക്കും പോകാൻ പറ്റില്ല. അതിന് ഗവൺമെൻറ് സ്ഥാപനമാണ് പബ്ലിക് സെക്ടർ ബാങ്ക് എങ്കിൽ പോലും അതിനാർക്കും വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. നോക്കുക, these are the banks where majority of the stake is held by the government of India. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങളെ ഉത്തരത്തിലുണ്ടായിരിക്കേണ്ടത്. എന്താണ്? മെജോറിറ്റി ഓഫ് സ്റ്റേക്ക് ഈസ് ഹെൽഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അല്ലെങ്കിൽ ആരായിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി പറയുന്നത് ഇൻ 2012 the largest public sector bank is the State Bank of India. 2012 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, 1969 ജൂലൈ 19-ാം തീയതിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി 14 പബ്ലിക് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെ നാഷണലൈസ് ചെയ്തിട്ട് അതിനെന്താക്കി മാറ്റി? പബ്ലിക് സെക്ടർ ബാങ്ക് ആക്കി മാറ്റി. പിന്നീട് അവശേഷിക്കുന്ന 6 ബാങ്കുകളെ എന്തു ചെയ്തു? 1980 നാഷണലൈസ് ചെയ്തു. അങ്ങനെ 20 നാഷണലൈസ്ഡ് ബാങ്കാണുള്ളത്. നമുക്ക് ഈ നാഷണലൈസ്ഡ് ബാങ്ക് ഇപ്പോൾ അത്ര 20 നാഷണലൈസ്ഡ് ബാങ്ക് ഇല്ല. ഇതിൽ തന്നെ ഒരു ബാങ്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വേറൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മെർജ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെർജ് ചെയ്തിട്ട് എന്താ പറയുക, വളരെ കുറച്ചായി ചുരുങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. നമ്മൾക്കൊരിക്കലും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനില്ല. നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതായത് പബ്ലിക് സെക്ടർ ബാങ്കിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്ര പറഞ്ഞാൽ മതി. അതായത് സ്റ്റേക്ക് ഹോൾഡർ എന്താണ്? ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ RBI ആയിരിക്കും. അത്ര പഠിക്കാനുള്ളൂ. ഇനിയാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് RBIൻ്റെ കൺട്രോളിലും അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 കീഴിലാണ്. അത് പ്രവർത്തിക്കുന്ന നിയമം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ആരാണ് കൺട്രോൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പക്ഷെ അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും? പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലായിരിക്കും. അതിന് ഒരുപാട് ബാങ്കുകൾ ഉദാഹരണമുണ്ട്. അതായത് HDFC ബാങ്ക് ബെസ്റ്റ് എക്സാമ്പിളാണ്. പ്രൈവറ്റ് ബാങ്കിൽ ഏറ്റവും നമ്പർ 1 ബാങ്ക് തന്നെയാണ് എന്ത്? HDFC ബാങ്ക്. അതുപോലെ ICICI ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, നമ്മുടെ ഫെഡറൽ ബാങ്ക്, അതുപോലെ ആക്സിസ് ബാങ്ക്, അങ്ങനത്തെ ധാരാളം ബാങ്ക് അതിൽ പെടുന്നതാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ നമുക്ക് സ്റ്റേക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരം അറിയാം. ദ പ്രൈവറ്റ് ബാങ്ക്സ് ആർ ബാങ്ക്സ് ദാറ്റ് ആർ ദ മെജോറിറ്റി ഓഫ്, ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് മെജോറിറ്റി ഓഫ് ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക്, അതിൻ്റെ സ്റ്റോറി, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഉത്തരം. ദ മെജോറിറ്റി ഓഫ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ ദി private individuals. In private sector, small scheduled commercial banks and a newly established bank with a network of 8,965 branches are operating. ഇപ്പോൾ പ്രൈവറ്റ് ബാങ്ക് തന്നെ സ്മാൾ ബാങ്കുകളുണ്ട്. സ്മാൾ ബാങ്കിൽ ഈ ഇയറിൽ തന്നെ ഒരുപാട് സ്മാൾ ബാങ്കുകളുണ്ട്. നമ്മൾക്കറിയാം
IDFC പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. HDFCയിലെ IDFC, ബന്ധൻ ബാങ്ക്. ഇപ്പം നമ്മളെ കേരളത്തിൽ നിന്നൊരു സ്മാൾ ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് നിങ്ങൾക്കറിയാം, ഇസാഫ് എന്ന് പറയുന്നത്. നിങ്ങൾ പലയിടത്തും ഇതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ബാങ്കുകൾ ഇന്ത്യയിൽ ഏകദേശം 8965 ബ്രാഞ്ചസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. HDFC ഉണ്ട്, ICICI ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് ഫോറിൻ ബാങ്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഓണർഷിപ്പിൻ്റെ കേസിൽ വരില്ല. എന്നാലും നമ്മൾ ഓണർഷിപ്പ് ഇത് വരികയാണെങ്കിൽ ഫോറിൻ ബാങ്ക്സ് ആർ രജിസ്റ്റേർഡ് ആൻഡ് ഹാവ് ദെയർ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ദ ഫോറിൻ കൺട്രി. വിദേശ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ഹെഡ്ക്വാർട്ടർ എപ്പോഴും വിദേശ രാജ്യത്തായിരിക്കും. ബട്ട് ഓപ്പറേറ്റ് ദെയർ ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ. പക്ഷെ അവരുടെ ബ്രാഞ്ചസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യും. അപ്പാർട്ട് ഫ്രം ദ ഫിനാൻസിങ് ഓഫ് the foreign trade, this bank have performed all functions of commercial banks, and they have an advantage of our Indian banks because they are vast resource and superior management. ഈ ഫോറിൻ ബാങ്കേഴ്സിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ രജിസ്ട്രേഷൻ ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ വിദേശ രാജ്യത്തായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ അവർക്ക് ഫങ്ഷൻ ചെയ്യാം. ഇന്ത്യയിലെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഫങ്ഷൻ ചെയ്യുന്നത് പോലെ. പക്ഷേ RBIൻ്റെ കൺട്രോളിലും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് റെഗുലേഷൻ്റെ നിയന്ത്രണവും ഇതിൻ്റെ പുറത്തുണ്ടായിരിക്കും. ഓക്കെ, ഇവർക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൂപ്പർവൈസേഷൻ, അവരുടെ മാനേജ്മെൻറ്റ് ഹെവി എക്സ്പേർട്ട് ആളുകളായിരിക്കും. അതുപോലെ തന്നെ ധാരാളം ഫണ്ടും അവരെ കയ്യിലുണ്ടാകും. പിന്നെ ഒരു ഇന്ത്യൻകാരന് ഒരു വിദേശ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ ആ രാജ്യത്ത് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് ട്രാൻസാക്ഷൻ നടത്താൻ. അപ്പോൾ ഫോറിൻ ബാങ്ക്സ് നമ്മൾ പ്രധാനമായിട്ടും ഓണർഷിപ്പിൽ പഠിക്കേണ്ടത് പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് ബാങ്കും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുമാണ് പഠിക്കാനുള്ളത്. ഇനി നമ്മളതിൽ പറയുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ജോയിൻ്റ്ലി റൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലാണ്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോള്. പ്രൈവറ്റ് ബാങ്ക് പറയുമ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കീഴിൽ. നേരെ മറിച്ച് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഒരു വ്യക്തിയുടെ കീഴിലായിരിക്കില്ല, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അതിന് മാക്സിമം പറയുന്നത് എത്രയാണ്? 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലിയാണ്. നമ്മളെ നാട്ടിലുള്ള സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനത്തെ ബാങ്കുകളെല്ലാം അതിൽ പെടുന്നതാണ്. അപ്പോൾ അത് ഏതാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റിനും അവരുടേതായ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ടായിരിക്കും. കേരളത്തിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അനുസരിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 3 ബാങ്കുകളും നമ്മൾ പഠിച്ചു ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ: പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ക്ലിയർ? ഇത്ര 3 ബാങ്കുകളെ നമ്മൾ പഠിക്കാനുള്ളൂ. ഇത് SAയുടെ ടൈപ്പിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലും പഠിച്ചു, ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലും പഠിച്ചു. ഓക്കെ, താങ്ക് യു. 1-2 പ്രാവശ്യം കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്തിരിക്കുക.